ഈ പയർ തൂക്കി വിൽക്കാനിട്ടാണ് കടയിലേക്ക് കൊണ്ടുപോകാനുള്ള. അപ്പം 10-300 ഇപ്പോൾ. സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഒരു 10 കിലോ പയർ കൊടകരയ്ക്കുള്ളത് പൊട്ടിക്കൽ കഴിഞ്ഞിട്ടാണ് ഞാനിന്നിവിടെ വന്നിരുന്നത്. നിങ്ങൾ ഈ അമരപ്പയറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ അമരപ്പയറിനെ കാണുക. ഈ അമരപ്പയറുണ്ടായി കിടക്കുന്നത് ഒന്ന് നോക്കുക, ഇത് കാണുക. പല വ്യക്തികളും എന്നോട് ചോദിച്ചു, കണ്ട എന്നോട് ഇതേ കൊല്ല കുത്തിയനുണ്ടായിരിക്കണം, കണ്ട പല വ്യക്തികളും എന്നോട് ചോദിച്ചു, ചേട്ടാ എവിടെയാണ് കൃഷി ചെയ്യുന്നത്, എവിടെ കൃഷി ചെയ്തേക്കണത്. അപ്പോൾ ഈ കൃഷി നിങ്ങൾക്കാണ്, ഇത് നിങ്ങളെ കാട്ടിത്തരുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഈ സത്യം ലോകം കാണണം. വിഷു ഈസ്റ്റർ വരെയാണ്. പാവങ്ങൾക്ക് കൈ നിറച്ച് കൊടുക്കണം. അവരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവരുടെ തോരാ കണ്ണീര് വീണ മണ്ണാണിത്. സുഹൃത്തുക്കളെ, നിങ്ങളിത് കൊണ്ടുപോയി ഭക്ഷണം, ഇത് നീലയാണ്, പച്ചയല്ല. അപ്പോൾ ഇത് കൊണ്ടുപോയി വിഷമില്ലാത്ത പച്ചക്കറി നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ദീർഘായുസ്സുണ്ടാകണം. നല്ല ഇനം പച്ചക്കറികൾ ഉപയോഗിക്കുക. അത് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വില കൂടി വരികയാണ്. പക്ഷേ അത് കണക്കാക്കി ഞാൻ വില കൂട്ടണമല്ലോ. ഒരു നേരത്തെ ഇല്ലാത്തവന് കൊടുക്കുക. ഞാൻ ലോകം ചുറ്റി കറങ്ങി കണ്ടവനാണ്. ഇന്ത്യയിൽ ഏറെക്കുറെ സ്റ്റേറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ കഷ്ടപ്പാടും അവിടുത്തെ കൂലിയും അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊരു എനിക്കിതൊക്കെ കാണുമ്പോൾ ഞാൻ പന്തടിച്ച് കളിക്കുകയാണ്. ഈ പച്ചക്കറികളും ബാക്കിയുള്ള സ്ഥലങ്ങളും. ഞാൻ സ്വർഗത്തിൽ ജീവിക്കുന്ന മാലിലാണ് ജീവിക്കുന്നത്. മറ്റുള്ള രാഷ്ട്രങ്ങളെ വെച്ച് നോക്കാൻ, മറ്റുള്ള രാജ്യങ്ങളെ മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്നിവിടെ സുഖമായി ജീവിക്കുക, പന്തടിച്ച് ജീവിക്കുക. സുഹൃത്തുക്കളെ, ജീവിതം നമ്മുടെ എല്ലാവരുടെയും ഒരു യാത്രയാണ്. 6 അടി മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടവരാണ് നമ്മൾ എന്നുള്ള യഥാർത്ഥ ബോധ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലുണ്ടാകണം. ജാതിയോ മതമോ കൊടിയോ ചിഹ്നമോ അല്ല മനുഷ്യന് വേണ്ടത്. സ്നേഹവും ഐക്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതമാണ്. അവിടെ ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ല. നമ്മൾ അലിഞ്ഞു ചേരുമ്പോൾ, മണ്ണിൽ 6 അടി മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. ഉള്ളപ്പോൾ നല്ല പ്രവൃത്തി ചെയ്താൽ നമ്മൾക്ക് അങ്ങ് ചെല്ലുമ്പോൾ, മണ്ണിൽ ചെല്ലുമ്പോൾ നമുക്കൊരു കിടപ്പാടം കിട്ടുന്നുള്ളത് യാതൊരു തർക്കമില്ല. 10 പാവങ്ങൾക്ക് ഒരു ദിവസം പ്രതി ഉപകാരം ചെയ്യുമ്പോൾ ഈശ്വരനറിയാതെ ദൈവമറിയാതെ നമ്മൾക്ക് നമ്മുടെ കൈകളിലേക്ക് മറ്റൊരു വഴിക്ക് നമുക്ക് ഉപകാരങ്ങൾ വന്നുവിടുമെന്നുള്ളത് യഥാർത്ഥ ബോധ്യമുള്ള ഒരു കർഷകനാണ് ഞാൻ. പറ്റിച്ചും തട്ടിച്ചും ജീവിക്കാനല്ല പറയുന്നത്. സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഉത്തമ കർഷകനായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം പാപങ്ങൾക്ക് കൊടുത്താൽ അവരുടെ പ്രാർത്ഥനയും അവരുടെ നിലവിളിയും അവരുടെ പൊരിച്ചലും നമുക്ക് അവർ സ്നേഹം നിറഞ്ഞു തരും. കൈ നിറച്ച് നമുക്ക് അവർ തരും. അവരുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടും എന്നുള്ള ബോധ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നന്മ ചെയ്ത് ജീവിക്കുക. നന്മയാണ് നമ്മൾക്ക് ഇനിയുള്ള കാലഘട്ടങ്ങൾ ആവശ്യമുള്ളൂ. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ്. 50 വയസ്സിൽ കൂടുതൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പണ്ട് കാലത്ത് നമ്മൾക്ക് മാതാപിതാക്കൾ തന്ന പഴങ്കഞ്ഞളവും ഇന്ന് പഴങ്കഞ്ഞെല്ലാം എവിടെയുള്ള പണ്ടത്തെ പഴങ്കഞ്ഞെല്ലാം നല്ല പഴങ്കഞ്ഞൾ. ആ പഴങ്കഞ്ഞെല്ലാം കാണാൻ കൊതിയാവുന്നു. ചക്കയും മാങ്ങയും പറമ്പ് നിറച്ച് തട്ടിക്കളിച്ച് നടന്നിരുന്ന സ്ഥലം. ഇന്ന് മാങ്ങ പോലും കാണാനില്ല. ഒരു ചക്ക പോലും നല്ലത് കിട്ടാനില്ല. അതുപോലെ തന്നെ ഞണ്ട് ഞവണി കറ്റ ചുമന്നും ചെളിയിൽ ഞാറ് തൊട്ട് നടന്ന കുട്ടിക്കാലം. ഇന്ന് ഞാറ് നടാൻ ഇന്ന് കുട്ടികൾ കോളേജിൽ ചെല്ലുമ്പോഴും സ്കൂളിൽ ചെല്ലുമ്പോഴും ചോദിക്കും, ചേട്ടാ എങ്ങനെയാണ് ഈ ഞാറ് നടണേ, എങ്ങനെയാണിത് കൊയ്യുന്നത്, എങ്ങനെയാണിത് ഉണ്ടാവണേ എന്നുള്ളത് ചോദിക്കുന്ന പല കുട്ടികളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായി. എന്നോട് ചോദിച്ചിട്ടുണ്ടായി പല കുട്ടികളും പല കാര്യങ്ങൾക്കും ക്ലാസ് എടുക്കാൻ പലയിടത്തും സംസാരിക്കാൻ ചെല്ലുമ്പോൾ. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്ന സത്യം
ഇത് വെറുതെ പറയുന്നതല്ല. എനിക്ക് 2 മക്കളാണ്, ഭാര്യ, ഒരു ജോലിയുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കി, ഞാൻ ഈ കാണുന്നതൊന്നും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം 58 വയസ്സ് എനിക്കായി. ഈ 58 വയസ്സായി എന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, നന്മ ചെയ്യുക ജീവിച്ചിരിപ്പുള്ളപ്പോൾ, പാവങ്ങളെ സഹായിക്കുക, സത്യത്തിന് വേണ്ടി പോരാടുക. ആരും ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് സംഘടനയായിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, നന്മയെ സ്നേഹിക്കണം. അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, നന്മ ചെയ്ത് ജീവിച്ചാൽ നമ്മൾക്ക് ഈശ്വരൻ കൂട്ടുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്താണ് ഇവിടെ വീട് പിടിക്കുന്നത്. അവന് ഇല്ലാത്ത വീട്ടിലൊരു പയ്യനാണ്, രോഗിയാണ്. അപ്പോൾ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് 1 മാസത്തോളമായി. ആ 1 മാസത്തിനുള്ളിലുള്ള അനുഭവം ആളുകളോട് വിശദീകരിക്കും. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടോം ചേട്ടൻ ഇവിടെ പറഞ്ഞല്ലോ, അത് സത്യം തന്നെയാണ്. ഞാനിവിടെ വേറെ ആളുടെ കൂടെ വീഡിയോ എടുക്കാൻ വന്നതാണ് ഈ ടോം ചേട്ടൻ്റെ. അപ്പോൾ ആ യൂട്യൂബർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ടോം ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ടോം ചേട്ടൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ മോനും കൂടി എടുത്തോളാന്ന് പറഞ്ഞത് കാരണം കൊണ്ട് ഞാൻ ആളുടെ വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമ ഈ ടോം ചേട്ടന് ഇനിയും നല്ല ദീർഘായുസ്സും ആരോഗ്യം ഒക്കെ ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ടോം ചേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ.